കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് സംശയിക്കുന്നതായി നിവിൻ പോളിക്കെതിരെ ആരോപണമുന്നയിച്ച യുവതി മാധ്യമങ്ങളോട് ഹണി ട്രാപ്പ് എന്ന പേരിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതായി തോന്നുന്നുണ്ടെന്നും തനിക്ക് പീഡനം ഏൽക്കേണ്ടി വന്ന കാലയളവ് അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും യുവതി. വ്യക്തിവിവരങ്ങൾ ചോദിക്കാനാണ് ഭർത്താവിനോടൊപ്പം തന്നെ വിളിച്ചു വരുത്തിയത്. തങ്ങളെ ഹണി ട്രാപ്പ് എന്ന പേരിൽ കൊടുക്കാൻ ശ്രമിക്കുമോ എന്ന് സംശയിക്കുന്നതായും ആലുവ റൂറൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായ ശേഷം യുവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ന് ഞങ്ങൾക്ക് പോയതിൽ നമുക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ, ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ്. ഹണി ട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. കാരണം അതുപോലത്തെ ഓരോ ചോദ്യങ്ങളും രീതികളും നമുക്കൊരു ഇതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ തോന്നുന്നു. ചാനലിൽ പറഞ്ഞ ഒരു തീയതിയുടെ പേരിലാണ് തന്നെ ആക്ഷേപിക്കുന്നതെന്നും പീഡനമേൽക്കേണ്ടി വന്ന കാലയളവ് അന്വേഷണ സംഘത്തോട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇക്കാലയളവിൽ നിവിൻ പോളി എവിടെയായിരുന്നുവെന്ന് പാസ്പോർട്ട് പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും നിവിൻ പോളിക്കെതിരെ പീഡന പരാതി നൽകിയ യുവതി പറഞ്ഞു. ഇപ്പൊ മാധ്യമങ്ങൾ ഡേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വ്യത്യാസം പറയുന്നു. ഞാൻ നാട്ടിലായിരുന്നു, ഞാൻ പരാതി കൊടുത്ത സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊടുത്ത ഡേറ്റ് തമ്മിൽ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.